ഇത് സിതാര എന്ന ഷെമി താമസിക്കുന്ന ഇപ്പോഴത്തെ വീടാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൾ ഉടനെ ഡോർ ക്ലോസ് ചെയ്തു. അപ്പോൾ അവളിൽ കള്ളത്തരമുള്ളത് കൊണ്ടാണല്ലോ. പിന്നീട് അടുത്ത പാർട്ടിയുള്ള വീട് ഞാൻ കൊടുക്കാം. അത് എന്തെങ്കിലും ഒരു കുടുക്ക് വരുത്തി വെച്ചിട്ട് പോയി ഒളിച്ചിരിക്കുന്ന പരിപാടികളാണ് ചെയ്യുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ എൻ്റെ വീട്ടിൽ അവരുടെ സ്റ്റെപ്പിന് ആൾക്കാരെ വെച്ചിട്ട് ഓരോ ഉടായ്പകൾ ചെയ്തു വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഉടായിപ്പരണം ചെയ്തു വെച്ചിട്ടായിരിക്കാം ഈ പ്രവർത്തനങ്ങൾ അത്രയും കാണിച്ചു വയ്ക്കുന്നത്. ഞാനിതൊന്നും അറിയുന്നില്ലേ അപ്പം അടുത്ത പാർട്ടികളെ ഞാൻ വീട് ഉടനെ കൊടുക്കാം. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അവളുടെ വീടിൻ്റെ ആ ബാസ്ഡേയിലാണ് അവൾ താമസിച്ചിരുന്നത്. ചേച്ചിയുടെ വീടായ അവിടെ നിന്നുകൊണ്ടായിരുന്നു എന്നെ ടോർച്ചറിങ്. അത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ അപ്പുറത്തേക്കങ്ങ് മാറിക്കഴിഞ്ഞിട്ടും എനിക്കിവിടെ സമാധാനമില്ല. അവളുടെ സ്റ്റെപ്പിനികളും ഒരിക്കൽ വീടിൻ്റെ വസ്തുവിൻ്റെ ആധാരമൊന്നും എടുക്കാനെന്നും പറഞ്ഞിട്ട് സാൻ ജോയി എന്ന് പറയുന്ന ആലുമൂട് നിവാസിയെ കൊണ്ട് എൻ്റെ വീട് അളക്കാനെന്നും പറഞ്ഞ് ഇവൾ ആളിനെ ഇറക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് എനിക്കത് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഇവരുടെ കള്ളത്തരങ്ങൾ മറ്റേ ഗേറ്റ്, ഞാൻ ഏകാന്തമായിട്ട് എൻ്റെ കുഞ്ഞുമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ ഗേറ്റിൻ്റെ ഈ കറുത്ത ഗേറ്റ് കാണിക്കുന്നില്ലേ, അവരുടെ അവകാശികൾ, അവരുടെ ആളുകൾ എൻ്റെ വീടിൻ്റെ ആധാരം ചോദിക്കുകയും അത് ഞങ്ങൾ കൈവശപ്പെടുത്താമെന്ന് അവർ പറയുകയും ചെയ്തായിരുന്നു. ആർക്ക് എന്തൊക്കെ കൈക്കൂലികൾ കൊടുത്തിട്ടാണ് ഇവരിത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അവിടുന്ന് മാറുകയായി. കാരണം എനിക്കതേ പറ്റൂ. കാരണം എൻ്റെ വീട്ടുകാരും കൂടി ഇതിനകത്ത് ഒത്തു കളിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവളുടെ മാനസിക ദ്രോഹം വരുത്തി അവളുടെ അമ്മ, ഷെമിയുടെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് ചില ആൾക്കാരോട് ചോദ്യം ചെയ്താൽ അറിയാം. ആ അമ്മ എന്നോട് പറയുകയാണ്, മോളുടെ വീട്ടിൽ അഭയം എനിക്ക് തരാമോ എന്ന്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വീടാണിത്. ഈ ടീം അംഗങ്ങളൊക്കെ തന്നെയും ഇവിടെ വേറൊരുത്തനും കൂടെ വരാറുണ്ട്. ഇവരെ രക്ഷിക്കാൻ രാകേഷ് എന്ന പേരായ ഇവരുടെ തന്നെ രക്തത്തിൽപ്പെട്ട വ്യക്തി ഇവിടെ വന്ന് അവരും കൂടെ ചേർന്നാണ് എൻ്റെ വീട്ടിൽ ആളില്ലാത്ത നേരത്ത് ഇവിടെ കയറി കൂടുന്നത് എന്നെനിക്കറിയില്ല. എങ്കിലും കുറേ കൊച്ചു പിള്ളേരെ ഹെൽമെറ്റ് ഇട്ട് കുറേ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ബൈക്ക് പിള്ളേർ മനുഷ്യന് ശല്യമാകുന്ന തരത്തിൽ ഇതുവഴി ഞങ്ങളുടെ വീട് വഴി വെള്ളാപ്പൽമുക്ക് തൊട്ട് അങ്ങ് വരെ ഓടുന്നുണ്ട്. അതിൻ്റെ കക്ഷികളെല്ലാം തന്നെ ഈ പറഞ്ഞ വീട്ടുകാരുമായിട്ട് നല്ല കൈയുണ്ട്. ഇവർക്ക് കൈക്കൂലി വല്ലതും കൊടുത്തിട്ടായിരിക്കും എന്നെ സാധുവായ ഒരു അമ്മയും കുഞ്ഞിനായിട്ട് പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മറ്റുള്ളവരുടെ സ്വത്തും ദാഹിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഇവരുടെ കൂടെ ചേർന്ന് കളിക്കുന്നെങ്കിൽ വളരെ അപരാധമാണ്. ഞാനോ കുഞ്ഞോ മരിക്കാനിടയായാൽ ഞാൻ പേര് ചേർക്കുന്നത് അവരുടെ കൂടെ പേര് ഞാൻ ചേർക്കും. ഇതിനകത്ത് ഒരു പോലീസുകാരൻ, അരുൺ എന്ന പോലീസുകാരൻ, ഇതൊക്കെ എൻ്റെ തോന്നലാണെന്നും CCTVയിലൊന്നും അവരൊന്നും കാണിച്ചിട്ടില്ല. CCTVയിൽ വരെ വന്ന് വളച്ചൊടിച്ച് വെച്ച വ്യക്തികളാണ് ഈ അജിത് കുമാർ, തുളസി ടീമുകൾ. തുളസി പിന്നെ അംഗവൈകല്യം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അവന് ബാക്കി എല്ലാ കഴിവുമുണ്ട്. ഒരു വാടുത്ത് തെറി വിളിക്കാനും എല്ലാ രീതിയിലുള്ള എങ്ങനെയൊക്കെ മനുഷ്യനെ വരയ്ക്കാമോ അതെല്ലാം അവൻ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ദുരുപയോഗം ചെയ്ത് ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും, ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ രാവിലെ പോവും, വൈകിട്ട് പള്ളികളിലും മറ്റും സമാധാനത്തിനായിട്ട്. എൻ്റെ വീട്ടുകാർ ചേർന്ന് കളിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് കൊട്ടിയം പോലീസും എൻ്റെ വീട്ടുകാരും അവരുടെ കൂടെ ഒപ്പം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ കൊള്ളാമല്ലോ. എനിക്ക് വളഞ്ഞ വഴിയില്ല, നേരെയുള്ള വഴിയേ ഉള്ളൂ. അതായിരിക്കും ഞാൻ ഇത്ര തീവ്രവാദികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആദ്യമേ കേസ് കൊടുക്കുമ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു, ഇവർ ശരിയല്ലാത്ത ടീമുകളായതുകൊണ്ട് നീ പരാതി അങ്ങനെ കൊടുക്കണ്ടെന്ന്. പരാതി കൊടുത്താൽ ഇവർ വീണ്ടും വളരുമല്ലോ. മാലിന്യം, സ്ത്രീകളുടെ വിഴുപ്പുകൾ വരെ അവിടെ കൊണ്ടിടും. എന്നിട്ട് എൻ്റെ ടാങ്കിൽ കയറി കുളിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവിടെ എന്തൊക്കെ ചെയ്യാമോ അതല്ല. അവൻ്റെ മകൻ്റെ നോട്ടക്കുറവിനാണ് അവൻ്റെ മകൻ മരിച്ചത്. അതുപോലെ 2 ദുർമരണങ്ങളും അവരുടെ വീട്ടിലല്ലാതെ ഉണ്ടായിട്ടുണ്ട്. അതിന് എൻ്റെ ശിശുവായ കൊച്ചിനെ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇവർ കൊണ്ടുപോയി നോക്ക് എന്ന അയൽവാസികളെ. എൻ്റെ കുഞ്ഞിന് കരയാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ലല്ലോ. ഞങ്ങളൊന്നും പറ്റാതെ അവിടെ ജീവിക്കണം. ഒരു അംഗനവാടി രമയാണ് അവളുടെ മകൾക്ക് കല്യാണം ആവാത്തതിൽ അവൾ എന്നെ ദ്രോഹിച്ച് അങ്ങേ തലക്കലായി നാട് നീളെ ആക്ഷേപിച്ചിട്ടിരിക്കുകയാണ്. ഈ ഷെമി എന്ന് പറയുന്നത് കാക്കോട്ടുമൂല ആണ് അവളുടെ ഒരു നിവാസമായിട്ട് വരുന്നത്. കാക്കോട്ടുമൂല നിവാസിയാണ് പണ്ട് അവരുടെ അമ്മയൊക്കെ. അപ്പോൾ ആ നിവാസിയുടെ പേര് വെച്ച് വേണം പറയാനായിട്ട്. നിവാസി എന്നല്ലേ പറയാൻ പറ്റും. അപ്പോൾ ആ സ്ത്രീ
വളരെയേറെ ദ്രോഹമാണ്. ഒരു മീൻ കൊണ്ടുവരുന്ന മീൻകാരനെ പോലും മാറ്റിവെച്ച് ഇവർക്ക് കൊടുക്കരുത്, അവർക്ക് കൊടുക്കരുത്. പിന്നെ എൻ്റെ വീട്ടിൽ വല്ല പണിക്ക് വല്ല ആളിനെ അഥവാ ഇവരെ പ്രതി ആരെയും വിളിപ്പിക്കുന്നില്ല, വിളിച്ചാൽ തന്നെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റുക. പല ആൾക്കാരെ ഞാനങ്ങനെ മൊത്തത്തിൽ അകത്തളത്തിൽ പോകണം. ചെറിയ രീതിയിൽ യൂട്യൂബ് ചെയ്യുന്നു, അതിൻ്റെ റീച്ച് വരെ റീച്ച് ഔട്ടാക്കി കളഞ്ഞു. അറിയോ എങ്ങനെയൊക്കെ മനുഷ്യന് എന്നെ തറ പറ്റിക്കാമോ അത്തരത്തിലെല്ലാം അവർ തറ പറ്റിച്ച് ഇപ്പോൾ ശിശുക്ഷേമ വകുപ്പിനെയും പിടിച്ചുകൊണ്ടിരിക്കുക. അറിയോ അത്തരത്തിൽ പിടിച്ച് ആരും അറിയുന്ന എത്രയോ പരാതികൾ സ്റ്റേഷനുകളിൽ കൊടുത്തു. പക്ഷേ ഇവർ ശരിയല്ലാത്ത ടീമുകളായതുകൊണ്ട് വാണിംഗ് മാത്രം കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇവരെ തങ്ങളിൽ കണ്ട് ഇത്രയും ദ്രോഹിക്കുന്നവർ തങ്ങളിൽ കണ്ട് കോംപ്രമൈസ് വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചരിത്രം. അവരെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ആരാന്ന് വെച്ചാൽ. ഇതിൻ്റെ പിന്നിൽ ആരും കളിക്കരുത്, നിയമ ഉദ്യോഗസ്ഥർ ഒന്നും കളിക്കരുത്. കാരണം അത് ഭയങ്കര ഒരു ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയും ചതിക്കും വഞ്ചനയ്ക്ക് കൂട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. കേരളം മുടിയാൻ ഇതിൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളെ വളർത്തുമ്പോഴാണ് കേരളം മുടിയുന്നത്. അത്രേ എനിക്ക് പറയാൻ വേണ്ടൂ. നിരപരാധികളെ ഇങ്ങനെ ശിക്ഷിക്കരുത്.